സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ഇതിൽ രണ്ട് പാലം, ഇത് പാലമാണ് ഈ കാണുന്ന. ഈ പാലത്തിൽ ലൈറ്റ് ഉണ്ടായിട്ട് വർഷങ്ങളായി. ഇപ്പം പ്രത്യേകിച്ച് ശബരിമല സീസൺ തുടങ്ങിയേക്കല്ലേ, നല്ല തിരക്കുള്ള വഴിയാണത്, റൂട്ടാണത്. അതായത് തൃശ്ശൂർ ജില്ലനെയും എറണാകുളം ജില്ലനെയും ബന്ധിപ്പിക്കുന്ന കോട്ടപ്പുറം മൂത്തകുന്നം പാലമാണത്. ഇതിൻ്റെ അവസ്ഥ നോക്കിയേ, ഇതിപ്പോൾ ലൈറ്റ് ഉണ്ടായിട്ട് വർഷങ്ങളായി. ഇനി കറണ്ട് ഇല്ലാത്തപ്പോൾ ഇത് എടുത്തതല്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്ഥലങ്ങളിലെ കറണ്ടൊക്കെ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ആ വീട്ടിൽ കറണ്ടുണ്ട്, ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാം കറണ്ടുണ്ട്, കണ്ടോ. പക്ഷേ ഈ പാലത്തേൽ മാത്രം കറണ്ടില്ല. ഓക്കെ, അവിടെ എല്ലാം കറണ്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഫുട്പാത്തൊക്കെ കാട് കയറി കിടക്കണം, ഒരാൾക്ക് നടക്കാൻ പറ്റില്ല ഇവിടെ. കണ്ടോ, ഇത് ഫുട്പാത്താണ് ഈ കാണുന്നത്, കണ്ടോ. ഇത് കാട് കയറി കിടക്കുന്നത് ഫുട്പാത്തൊക്കെ. അതുപോലെ ഈ ഫുട്പാത്തിൽ പതുങ്ങിയിരിക്കുന്ന കുറച്ച് അപകടങ്ങളുണ്ട്, അതും കൂടി കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ പാലത്തിൽ ഒട്ടുമിക്ക ദിവസങ്ങളിൽ അപകടം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ടൂ വീലറുകൾക്കൊക്കെ രാത്രി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വലിയ വണ്ടിക്കാരെ ശ്രദ്ധിക്കില്ല. അത് കണ്ടോ, ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഒരു ലൈറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ അവസ്ഥ. കണ്ടോ, ഇതുപോലെ ഈ റോഡിൽ ഇതുപോലത്തുള്ള കുഴികളാണ്. അപ്പോൾ ടൂ വീലറുകൾ വീഴാൻ സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ ഈ വഴിക്ക് പോകുന്ന ടൂ വീലറുകാർ വളരെ ശ്രദ്ധിച്ച് പോകണം, പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകൾ. പിന്നെ ഫുട്പാത്തിലൊക്കെ ഇതുപോലെ കോൺക്രീറ്റിൻ്റെ കൂനകളൊക്കെ കിടക്കണതാണ്. അതുപോലെ ഈ സ്ലാബുകളൊക്കെ ഉണ്ടോ, ഇത് ഒടിഞ്ഞ് നിൽക്കുന്ന സ്ലാബാണത്, കണ്ടോ. അപ്പോൾ ചവിട്ടാൻ പറ്റില്ല, ചിലപ്പോൾ അത് താഴേക്ക് പോകും. ഇതുണ്ടോ, ഇത് നടപ്പാത ഉണ്ട്, ഫുട്പാത്താണ്, കണ്ടോ, ഫുട്പാത്താണത്. അപ്പോൾ ഇതിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാണ്ടല്ല, ഇത് പരിചയമില്ലാത്ത ആൾക്കാർ ചവിട്ടിക്കഴിഞ്ഞാൽ അടിയിലേക്ക് പോകും. കണ്ടോ, ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിലേക്ക് പോകുന്നത്. അടിയിൽ പുഴയാണേ, നോക്കണേ, കണ്ടോ. അപ്പോൾ ഇതാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതായത് ഒരുപാട് സ്വാമിമാരൊക്കെ ഇതിലെ രാത്രി നടന്നു പോകുന്ന വഴിയാണ് ഫുട്പാത്തിൽ. അപ്പോൾ ഇതിലുള്ള കോൺക്രീറ്റിൻ്റെ പീസുകളാണ് ഇത്, കണ്ടോ. ഇത് ഫുട്പാത്തിലാണ് ഈ കോൺക്രീറ്റിൻ്റെ പീസുകൾ, കണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്, നോക്കേ. ഇതാണ് കോറേൻ്റെ ഘട്ടങ്ങൾ, ഇവിടെയൊക്കെ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫുട്പാത്ത് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഈ തൊട്ടടുത്ത് തന്നെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ, കണ്ടോ. അതുപോലെ തന്നെ ഈ ഫുട്പാത്തിൻ്റെ സൈഡിൽ കണ്ടോ, ഇതുപോലുള്ള കമ്പികളൊക്കെ ഉണ്ട്. ഇത് പുതിയ പാലത്തിൻ്റെ വർക്കിന് മേടിച്ചിരിക്കണം. അതിന് ഒരു മുന്നറിയിപ്പില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, ഇങ്ങനെയുള്ള ഇരുമ്പുകളൊക്കെ ഉണ്ട്. വേറെ കാണിച്ചു തരാം കേട്ടോ, വേറെയൊക്കെ ഉണ്ട്. കണ്ടോ, കോൺക്രീറ്റിൻ്റെ കൂനകളുണ്ടോ ഫുട്പാത്തിൽ. ഇത് മറ്റൊരു സ്ലാബാണ്, കണ്ടോ. ഇത് ഏത് നിമിഷം താഴേക്ക് പോവാം, കണ്ടോ. ഓക്കെ, പിന്നെ ഇതിങ്ങനെ ആവാൻ കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ മുകളിലൂടെ ഈ പാലം പണിക്കാർ ഈ JCB കയറ്റും ഈ ഫുട്പാത്തിൽ കൂടി. കാരണം ഈ ഫുട്പാത്തിന് 4 ഇഞ്ചിൻ്റെ കനമുള്ളൂ ഇനി, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ JCB കയറ്റുമ്പോൾ ഈ സ്ലാബ് ഒടിഞ്ഞ് താഴേക്ക് പോവുകയാണ് ചെയ്യണം, കണ്ടോ. ഇത് ഫുട്പാത്താണ് കണ്ടോ, മറ്റേ പാലത്തിലുള്ള ഈ പുല്ലും കാടൊക്കെ പിടിച്ചിരിക്കണോ, കണ്ടോ. വഴികളൊക്കെ മോശം കണ്ടോ. ഒരു വെട്ടൂല സ്ഥലത്താണ് ഇതുപോലെ കോൺക്രീറ്റിൻ്റെ കട്ടകളൊക്കെ ഉള്ളത്. ഇതാണ് ഈ പാലത്തിൻ്റെ ഫുട്പാത്ത്, നോക്കിയേ, കണ്ടോ. കാട് പിടിച്ച് നിൽക്കുകയാണ് ഫുട്പാത്തൊക്കെ, നോക്കേ. അതെ, അപ്പോൾ കണ്ടോ, ഒരുപാട് സ്വാമിമാരൊക്കെ നടന്നു പോകുന്നതാണ് ഇതില്ലേ, കണ്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു ലൈറ്റ് അത്യാവശ്യമാണ്. ഇത് ഫുട്പാത്തിൻ്റെ സൈഡാണ്, പുല്ല് പിടിച്ചേക്കണ്ടോ മൊത്തം. ഇത് രണ്ടാമത്തെ പാലം കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ പാലത്തിൽ ഒരു സൈഡിൽ ഓരോ ചെറിയ ബൾബുകൾ കത്തുന്നുണ്ട്, കണ്ടോ. ഇത് വേറൊരു അപകടമാണ്, കണ്ടോ. അപ്പോൾ രാത്രി കാലങ്ങളിലുണ്ടല്ലോ, വെട്ടം കുറവുള്ളതിൻ്റെ ഇതിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, നോക്കേ, കണ്ടോ. സ്ലാബ് ഇങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളത്, കണ്ടോ.
ഇത് നടപ്പാതയാണ്. നടപ്പാതയിൽ തടസ്സമൊന്നും പാടില്ല എന്നല്ലേ പറയണത്. പക്ഷേ ഇത് നോക്കിയേ, കണ്ടോ കണ്ടോ, ഫുട്പാത്താണ്. ഫുട്പാത്ത് സ്ലാബുകൾ ഇങ്ങനെ വെറുതെ, അതായത് അവിടെ ഉണ്ടായിരുന്ന സ്ലാബ് അടിയിലേക്ക് പോയി, അപ്പോൾ വെറുതെ കൊണ്ടുവന്ന സ്ലാബ് വെച്ചിരിക്കണത്. ഇതാണ് നമ്മൾ രാത്രി ഇപ്പോൾ ശബരിമല സീസൺ അതിൻ്റെ പേരിൽ ഒരുപാട് സ്വാമിമാർ ഇതിലെ യാത്ര ചെയ്യേണ്ടതാണ്. അവർക്ക് അറിയില്ലല്ലോ, അവർ പുതിയ ആൾക്കാരല്ലേ, ഇതിലെ പോകണ അറിയില്ലല്ലോ, നാട്ടുകാരല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. കണ്ടോ, ഇത് ഫുട്പാത്തിലിട്ടിരിക്കുന്ന മറ്റൊരു സ്ലാബ് കണ്ടോ. ഇത് കണ്ടോ, ഇത് വേറൊരു അപകടമാണ്. കണ്ടോ, ഇത് ഇരുമ്പിൻ്റെ പൈപ്പാണ്, ഷീറ്റും ഫുട്പാത്തിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടോ. താഴെയിൽ ഒരു കോൺക്രീറ്റിൻ്റെ കട്ടയുണ്ട് കണ്ടോ, കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാമോ? രാത്രി കാലങ്ങളിൽ ഇതിലേ പോകുന്നവർക്കൊരു മുന്നറിയിപ്പ് ഇവരിവിടെ വെച്ചിട്ടില്ല. കണ്ടോ, ഇരുമ്പാണിത്. ഓക്കെ, ഫുട്പാത്ത് നോക്കിയേ, കണ്ടോ, മാർഗതടസ്സമായിട്ട് വെച്ചിരിക്കുകയാണ്, ഒരു മുന്നറിയിപ്പില്ലാതെ. അത് വലിയൊരു അപകടം സംഭവിക്കാവുന്നതാണത്. അതുപോലെ തന്നെ ഒരു കമ്പിയാണിത് കണ്ടോ. ഈ കമ്പി ഇത് ഫുട്പാത്തിലോട്ട് കയറിയാൽ നിൽക്കണം. ഇവിടെ ലൈറ്റ് ഇല്ല, വെട്ടമില്ല ഇവിടെ കണ്ടോ. അപ്പോൾ ഒരു സിഗ്നൽ പോലും ഇവർ ചെയ്തിട്ടില്ല ഇവിടെ കണ്ടോ. അപ്പോൾ ഈ ഫുട്പാത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പിയുണ്ട്, അതുപോലെ ഇവിടെ കോൺക്രീറ്റ് ഉണ്ട്, തട്ടി വീഴരുത്. ഇതേ കണ്ടോ, ഇത് വെച്ചിരിക്കുന്നതുണ്ടോ, ഇത് ഇങ്ങോട്ട് ഫുട്പാത്തിലോട്ട് കയറ്റിയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ രാത്രി കാലങ്ങളിൽ പരിചയമില്ലാത്ത ആളുകൾ പോകുമ്പോൾ ഇത് നമ്മുടെ ദേഹത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്, വലിയ അപകടം സംഭവിക്കാം. ഇരുമ്പല്ലേ. ഈ പാലത്തിൻ്റെ ഫുട്പാത്ത് ഇവിടെ വരുമ്പോൾ ഇത് അവസാനിക്കുകയാണ് കണ്ടോ. ഇത് ഫുട്പാത്തിന് എൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഇനി കാടാണ് അങ്ങോട്ട് കണ്ടോ. അപ്പോൾ ഇതിലെ വരുന്ന യാത്രക്കാർ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ കണ്ടോ, ഫുട്പാത്ത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുട്പാത്ത് ഇല്ല കണ്ടോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു അപകടം സംഭവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, ഫുട്പാത്ത് കാട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. ഇത് വീഡിയോ ചെയ്യണത് ആരോടും പരാതി പറയാനോ അതുപോലെ തന്നെ ആരെയും മോശമാക്കാനോ അല്ല, പരാതി പറയാനും മോശമാക്കാനോ ഒന്നല്ല. ഇതിൽ രാത്രി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകൾ കണ്ടോ.